എത്ര വലിയ കടബാധ്യതകളും സാമ്പത്തിക ദുരിതങ്ങളും മാറാൻ കുചേല ദിനം ഇങ്ങനെ ചെയ്യൂ. ആവശ്യപ്പെടാതെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ ഭക്തരുടെ ദുരിതം മാറ്റുന്ന പുണ്യദിനം. ധനുമാസത്തിലെ ആദ്യ ബുധനാഴ്ചയാണ് കുചേല ദിനം. ഇത്തവണ 2025 ഡിസംബർ 17 ബുധനാഴ്ചയാണ് കുചേല ദിനം വന്നിരിക്കുന്നത്. കുചേലനെ കുബേരനാക്കിയ പുണ്യദിനം. ദാരിദ്ര്യത്താൽ വലഞ്ഞ കുചേലൻ തന്റെ സഹപാഠിയായിരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അടുത്ത് അവിൽ പൊതിയുമായി ചെന്ന് അനുഗ്രഹം നേടിയ ദിവസമാണെന്നാണ് സങ്കല്പം. ദാരിദ്ര്യം നീങ്ങി സമൃദ്ധി ഉണ്ടാകാൻ കുചേല ദിനത്തിൽ അവിൽ കിഴികെട്ടി ശ്രീകൃഷ്ണസ്വാമിക്ക് സമർപ്പിക്കുന്ന വഴിപാട് എല്ലാ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലുമുണ്ട്. ഈ ദിവസം അവിൽ നിവേദിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ കടത്തിൽ നിന്നും ഭക്തരെ മോചിപ്പിക്കും. സുഖവും ഐശ്വര്യവും ധനാഭിവൃദ്ധിയും ഉണ്ടാകും. അന്നേ ദിവസം ഗുരുവായൂർ ക്ഷേത്ര ദർശനവും അവിൽ നിവേദ്യം വഴിപാട് കഴിപ്പിക്കുന്നതും അതീവ പുണ്യമാണ്. ത്രൈലോക്യനാഥനും ഭക്തവത്സലനുമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തനും സതീർത്ഥ്യനുമായിരുന്നു കുചേലൻ. ദാരിദ്ര്യത്തിന്റെ പാരമ്യതയിൽ കഴിയുകയായിരുന്ന കുചേലൻ ഒരു ദിവസം ഭാര്യയുടെ നിർബന്ധപ്രകാരം ഭഗവാനെ കാണാൻ അവിൽ പൊതിയുമായി ദ്വാരകയിലെത്തി. ദ്വാരകയുടെ ഗോപുരവാതിലിൽ എത്തിയപ്പോൾ തന്നെ കുചേലനെ കണ്ട ശ്രീകൃഷ്ണൻ മാളികയിൽ നിന്നും ഓടിയെത്തി കൂട്ടുകാരനെ ആശ്ലേഷിച്ച് സ്വീകരിച്ച് കാൽ കഴുകി തീർത്ഥം ശിരസിൽ തളിച്ചു. പിന്നീട് വെൺചാമരം വീശി ക്ഷീണമകറ്റി തുടർന്ന് സ്നേഹാന്വേഷണം നടത്തി. പിന്നെ ഭഗവാൻ സതീർത്ഥ്യൻ കൊണ്ടുവന്ന് അവിൽ ഭക്ഷിക്കുകയും അദ്ദേഹത്തിന്റെ കടങ്ങളെല്ലാം തീർത്ത് ദുഃഖനിവൃത്തി വരുത്തി അനുഗ്രഹിച്ചു. കുചേലൻ യാതൊന്നും ആവശ്യപ്പെടാതെയാണ് ഭഗവാൻ ഇതെല്ലാം ചെയ്തത്. ഈ അത്യപൂർവ സംഭവത്തിന്റെ ഈശ്വരലീലയുടെ ഓർമ്മ പുതുക്കളായാണ് കുചേല ദിനം ആചരിക്കുന്നത്. കുചേലനെ കുബേരനാക്കിയ പുണ്യദിനം. അന്ന് ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്നത് അതീവ പുണ്യമാണ്. സാധിക്കാത്തവർക്ക് അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും അവിൽ കിഴി അല്ലെങ്കിൽ അവിൽ നിവേദ്യം വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. സാമ്പത്തികമായിട്ടുള്ള ദുരിതങ്ങൾ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്.